രാവിലെ തനിക്ക് വന്ന ഫോൺ കോളിൽ നിന്ന് വ്യക്തമായിരുന്നു സ്റ്റേഷൻ പരിധിയിൽ വരുന്ന ക്രിമിനലുകളെ സമാധാന ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുന്നതെന്ന്. ഒരുപക്ഷെ ഒരു നാടിന്റെ തന്നെ നന്മയ്ക്ക് വേണ്ടിയാണ് തന്റെ മേലുദ്യോഗസ്ഥർ ഇങ്ങനെയൊരു തീരുമാനമെടുത്തത്. എന്തായാലും താൻ അത് അറ്റൻഡ് ചെയ്തേ പറ്റൂ. ധൃതിയിലായിരുന്ന അവൻ പോലീസ് യൂണിഫോമിൽ താഴേക്കിറങ്ങി വന്ന്. എന്നാൽ വരുന്ന വരവിൽ കണ്ട കണി അത്യുഗ്രനായിരുന്നു. ഉറക്കച്ചടവോടെ വായിൽ ബ്രഷും കുത്തിക്കയറ്റി സ്കേർട്ട് മുട്ടിന് മുകളിൽ പൊക്കി കുത്തിയെടുത്ത് മൊബൈൽ ഫോണിൽ ഡപ്പാങ്കുത്ത് പാട്ടും വെച്ച് ഡാൻസ് കളിക്കുന്ന അനുവിനെ കണ്ടതും ദേഷ്യം അവന്റെ ഉച്ചസ്ഥായിൽ എത്തിയിരുന്നു. കണ്ണുകളൊന്ന് മുറുക്കി അടച്ച് അവന്റെ ദേഷ്യം നിയന്ത്രിച്ചുകൊണ്ട് അവനെ നലറി. അളകുന്നെന്താ? എന്നാൽ അവന്റെ ആ വിളിയുടെ ശബ്ദം ടപ്പാങ്കൂത്ത് പാട്ടിൽ ലയിച്ചെന്ന് അവൾ കേട്ടില്ല. ദേഷ്യമൂർത്തന്യ അവസ്ഥയിലെത്തി നിന്ന് അവൻ കൈനൂത്ത് അവളുടെ കരണ നോക്കിയെന്ന് പൊട്ടിച്ചു. ഇത് കണ്ടുവന്ന അമ്മുവും ദേവകിയമ്മയും തരിച്ചു നിന്നു. പെൺപിള്ളേരായ കുറച്ച് അടക്കൊതുക്കം വേണം. ഈ നിന്റെ ബാംഗ്ലൂർ സിറ്റി അല്ല. നിന്റെ ഇമാതിരി കോപ്പറാങ്ങളെല്ലാം അതവിടെ ബാംഗ്ലൂരില്, നിന്റെ വീട്ടില്. ഇത് എന്റെ വീടാ. ഇവിടെ പാലിക്കേണ്ട ചില മര്യാദകളുണ്ട്. അതിനനുസരിച്ച് ഇവിടെ നിന്നാ മതി, മനസ്സിലായോ? എന്ന് പറഞ്ഞുകൊണ്ട് അവൻ കാറ്റുപോലെ വേഗത്തിൽ പുറത്തേക്ക് പോയി. ഒരു നിമിഷം എന്താണ് അവിടെ സംഭവിച്ചെന്നറിയാതെ അവന് കണ്ണുകൾ നിറച്ച് നിന്നു. അവന്റെ അടികൊണ്ട കവിൾ നീര് വെച്ച് വീങ്ങിയിരുന്നു. ചുണ്ടുകൾ അല്പം പൊട്ടി ചോരയിനിഞ്ഞു. ഇത് കണ്ട ദേവകിയമ്മ അവൾ പിടിച്ച് ചെയറിലിരുത്തിയതിനു ശേഷം അല്പം ചൂടുവെള്ളത്തിൽ തുണി മുക്കി പിഴിഞ്ഞ് കവിളിന് ചൂട് കൊടുത്തുകൊണ്ടിരുന്നു. ദേവകിയമ്മ പോയ ശേഷം അനുമുറിയിൽ തനിച്ചായ നിമിഷം അമ്മയോടേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു, അയ്യോ പാവം, ആ കാലനടിച്ച് ഷേപ്പ് മാറ്റി വെച്ചേക്കുന്ന കണ്ടോ? പാണ്ടിലോറിയുടെ അടി കയറിയ തവളയെ പോലെയുണ്ട്. മേക്രോം. അവള് പോയേക്കുന്നു ഡപ്പാങ്കൂത്ത് കളിക്കാൻ. അതൊക്കെ കാരമാരുടെ മുമ്പിൽ. ഇതിലും പേര് നിനക്ക് വിഷം തിന്നതായിരുന്നു. അമ്മുവിന്റെ പറച്ചിലേട്ട് അനുവിന് ചിരി വന്നെങ്കിലും ചിരിക്കാൻ പാകത്തിലായിരുന്നില്ല അവരുടെ മുഖം. അനു മനസ്സിൽ ചിന്തിച്ചു. അടിച്ചണപ്പല്ല അണ്ണാക്കിലിട്ട് തന്നില്ലേ ആ കാലൻ. ചുണ്ടുകൾ പൊട്ടിയോണ്ട് മര്യാദക്ക് വായിലേക്ക് എരിവുള്ളൊന്ന് വെക്കാൻ കൂടി കഴിയുന്നില്ല. പട്ടിണിയാണോ ദൈവമേ എനിക്കിന്ന്. ഏതായാലും ഒരാഴ്ച കഴിഞ്ഞ് കോളേജ് ഓർക്കുന്ന കാര്യമായി. ഇല്ലെങ്കിൽ മോന്തയും വെച്ചുകൊണ്ട് എങ്ങനെ ഞാൻ കോളേജിലേക്ക് എഴുന്നള്ളും? ഇനിയുള്ള 3 വർഷങ്ങൾ ഇവിടെ തനിക്ക് നരകമാണോ? അനു അവളോട് തന്നെ ചോദിച്ചു പോയി. ഉച്ച അടുത്തപ്പോഴേക്കും കൗളിലെ നീര് ചൊക്കി തുടങ്ങിയിരുന്നു. എന്നാൽ ചുണ്ടിന്റെ ആ പൊട്ടലൊരു മുറിവായി തന്നെ അവിടെ കാണപ്പെട്ടു. ഉച്ചക്ക് തനിക്ക് എരിവുള്ള ഭക്ഷണം തരാതെ പച്ചക്കഞ്ഞി മാത്രമായി ദേവകിയമ്മ കോരിത്തന്ന്. ഇനി തനിക്ക് കഞ്ഞി കോരിത്തരുന്ന കണ്ടുകൊണ്ട് വന്ന ആ കാരൻ തന്നെ എടുത്തിട്ട് അലക്കൂ എന്നായിരുന്നു അനുവിന്റെ അപ്പോഴത്തെ ഭയം. സന്ധ്യയോടടുത്തപ്പോൾ അമ്മു ടാറ്റാ ബൈ ബൈ പറഞ്ഞ അനുവിന്റെ അടുക്കൽ നിന്നും പോയി. സൂക്ഷിച്ചിരിക്കണമെന്നും കാലമാണ് രാത്രി വന്നാൽ കുരുത്തക്കേടൊന്നും ഒപ്പിക്കരുതെന്ന് താക്കീത് ചെയ്തിട്ടായിരുന്നു അമ്മ അവിടുന്ന് സ്ഥലം വിട്ടത്. ഇനി കോളേജ് തുറക്കാൻ ഒരാഴ്ച കൂടിയേ കോളേജ് തുറന്നാൽ ഇനി അമ്മു തന്റെ കൂടെ ഇവിടെ തന്നെ ആയിരിക്കും താമസം. തനിക്കിട്ടുന്ന അടിപങ്കിട ഒരാളുടെ ആയി എന്നോർത്ത് സമാധാനിച്ചു അനു. രാത്രി 7:30 കഴിഞ്ഞപ്പോഴായിരുന്നു ശ്രീനന്ദിന്റെ കാറ് വീടിനുമ്പിൽ എത്തിയത്. കാറിന്റെ ശബ്ദം കേട്ടതും ഒരു പകപ്പോടെ അവൾ ദേവകിയമ്മയുടെ പുറകിലേക്കായി മറഞ്ഞു നിന്നു. അടി ഏത് സൈഡിൽ കൂടിയാ വരുന്നതെന്ന് പറയാൻ പറ്റില്ലല്ലോ എന്ന ചിന്തയായിരുന്നു അവൾ മറിഞ്ഞിരിക്കാൻ കാരണം. എന്നാൽ അവൻ ഹാളിലേക്ക് വന്ന് ദേവകിയമ്മയോട് ചായ എടുത്തു വെക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് റൂം ലക്ഷ്യമാക്കി ഫ്രഷ് ആവാൻ വേണ്ടി നടന്നു പോകുന്നതിനിടയിലും അവളെ ഒന്ന് തിരിഞ്ഞു നോക്കി. വീർത്ത കവിളും പൊട്ടിയ ചുണ്ടുമായി നിൽക്കുന്നവളെ കണ്ടപ്പോഴായിരുന്നു രാവിലത്തെ സംഭവം അവന്റെ മനസ്സിലേക്ക് വന്ന്. വല്ലാത്തൊരു വിഷമം തോന്നിയെങ്കിലും അവനത് പുറത്തു കാണിച്ചില്ല. അപ്പോഴത്തെ ദേഷ്യത്തിന് ചെയ്തു പോയതാണ്. എന്നാൽ അവളുടെ കുഞ്ഞുമുഖത്തെ ഇത്രയും മുറിപ്പെടുത്തുമെന്ന് താൻ ഒരിക്കലും കരുതിയിരുന്നില്ല. എന്തുകൊണ്ടോ അവളുടെ വിഷമഭരിതമായ മുഖം അവൻ അലട്ടിക്കൊണ്ടിരുന്നു. 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ചായ കുടിക്കാൻ വേണ്ടി ഫ്രഷായി അവൻ ഡൈനിങ് സെക്ഷനിൽ എത്തിയിരുന്നു. ചെയർ നീക്കിയിട്ടിരുന്നെങ്കിലും അവന്റെ കണ്ണുകൾ ചുറ്റുമൊന്ന് വീക്ഷിച്ചു. അമ്മ ചായയുമായി വന്നെങ്കിലും അവൾ അവിടെയെങ്കിലും കാണാൻ കഴിഞ്ഞതുമില്ല. താൻ അനുവിനെ കുറിച്ച് എന്തെങ്കിലും ചോദിക്കുന്നതിന് മുമ്പ് തന്നെ അമ്മ അവളുടെ കാര്യം തന്നോടായി പറഞ്ഞു തുടങ്ങി. എന്ത് പണിയാ മോനെ നീ കാണിച്ച്? അവൾ അമ്മയില്ലാത്തൊരു കുട്ടിയല്ലേ. അവളുടെ സന്തോഷം അതാണെങ്കിൽ അതങ്ങ് നടക്കട്ടെ എന്ന് വിചാരിക്കണം. അതിനെന്തിനാ നീ അവളോട് എപ്പോഴും ഇങ്ങനെ ചൂടാവുന്നു? എന്തിനാണ് നീ അവളെ തല്ലിയത്? നീ കാരണമല്ലേ അവളുടെ വീർത്ത കവളും പൊട്ടിയ ചുണ്ട് എനിക്ക് കാണേണ്ടി വന്നു. ഇന്നത്തെ ദിവസം കഞ്ഞിയല്ലാണ്ട് മറ്റൊന്നും ആ കുഞ്ഞ് കഴിച്ചിട്ടില്ല. ദേവകിയമ്മയുടെ സംസാരം ചായ കുടിച്ചുകൊണ്ടിരുന്ന നന്ദുവിന്റെ മനസ്സിലൊരു വിങ്ങലായി പടർന്നു. അവൾ എവിടെയെന്നൊരു ചോദ്യം അവരിൽ നിന്നുണ്ടായി. പക്ഷെ അവരത് പ്രതീക്ഷിച്ചിരുന്നില്ല. കിടന്നു. കവിളിൽ നല്ല വീക്കുണ്ട്. ഞാൻ ചൂട് പിടിച്ചു കൊടുത്തു. അതിന്റെ ആശ്വാസത്തില പാവ ഉറങ്ങാൻ പോയത്. ഒരാഴ്ച കഴിഞ്ഞാൽ കോളേജ് തുറക്കല്ലേ. അവൾ ഒറ്റക്കാവുന്നുള്ളതുകൊണ്ട് തന്നെ അമ്മുവിനോട് ഞാൻ പറഞ്ഞു, ഇനി മുതൽ ഇവിടുന്ന് രണ്ടാളും കോളേജിൽ പോയാൽ മതിയെന്ന്. അതാകുമ്പോ അനുവിനൊരു കൂട്ടാണല്ലോ. എന്നൊരു മോളിൽ മാത്രമേ അവന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നുള്ളൂ. വേഗം തന്നെ അവൻ സ്റ്റെപ്പ് കയറി അവന്റെ മുറി ലക്ഷ്യമാക്കി നടക്കുമ്പോഴും അവളെ ഒന്ന് കാണണമെന്ന ആഗ്രഹം അവന്റെ ഉള്ളിലുണ്ടായിരുന്നു. കൊച്ചു പിള്ളേരല്ലേ, എന്തെങ്കിലും ഒരു സ്വാതന്ത്ര്യം കൊടുത്താൽ അവര് തലയിൽ കയറുന്നുള്ള ഒറ്റ വാശി പുറത്താ കർക്കശക്കാരനായി അവന്റെ മുമ്പിൽ നിൽക്കുന്നത്. എന്നാൽ ഇന്ന് താൻ ചെയ്തത്തിരി കൂടിപ്പോയി എന്ന് അവന് തന്നെ ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ടാവാം അവളുടെ മുറി കണ്ടപ്പോൾ അവളെ ഒന്ന് കാണണമെന്ന് അവൻ മനസ്സിൽ ഉറപ്പിച്ച് വാതിൽ ചാരിയിരുന്നുകൊണ്ട് തന്നെ തുറന്ന് അകത്ത് കയറി ഒറ്റ നോട്ടത്തിൽ കണ്ടു നിഷ്കളങ്കമായി കിടന്നുറങ്ങുന്നവളെ. കവിളുകൾ വീർത്ത് ചുമന്ന് കിടപ്പുണ്ട്. ചുണ്ടുപൊട്ടി അല്പം രക്തം കിരിഞ്ഞ പാട് ഉണങ്ങിയിരിക്കുന്നു. വല്ലാത്തൊരു സങ്കടം തോന്നിപ്പോയവന്. അവളുടെ അരികിൽ കട്ടിലായി ഓരം ചേർന്നിരുന്നവൻ അവന്റെ വലതുകൈ അവളുടെ വീർത്ത് ചുമന്ന കവിളുകളിൽ ഒന്ന് സ്നേഹത്തോടെ തലോടിപ്പോയി.
അവളുടെ പൊട്ടിയ ചുണ്ടിൽ അവന്റെ കാരിരുമ്പ് പോലുള്ള പെരുവിരലൊന്നും തൊട്ടതും വേദനിച്ചുകൊണ്ട് എരിവലിച്ചവൾ. എന്നാൽ അവളുടെ ആ ചുണ്ടുകളുടെ മാർദ്ദവം അവന്റെ തലച്ചോറിനെ പോലും ചൂട് പിടിപ്പിക്കുന്ന പോലെ തോന്നി. അവളുടെ ചുണ്ടുകളിൽ തൊട്ടപ്പോഴുള്ള അനുഭൂതി താൻ അവളിൽ നിന്നുമാണ് അറിഞ്ഞതും. ഒരു നിമിഷം ചിന്തയിലാണ്ടിരുന്നവന്റെ മുമ്പിൽ ചെരിഞ്ഞിടി നിന്നവളൊന്ന് മലർന്നു കിടന്നു. ഒരു പകപ്പോട് അവന്റെ മുമ്പിൽ തെളിഞ്ഞ ആ കാഴ്ച സത്യമാണോ എന്നറിയാൻ കണ്ണി ചിമ്മി നോക്കിയവൻ. അതെ, തനിക്ക് മുന്നിൽ വെളിവായ അവളുടെ ആലിലെ വയറും സ്ഥാനം തെറ്റിയ ധാവണിക്കുള്ളിലെ അവളുടെ മൃദുലതയും അവനൊരിക്കലേ നോക്കിയുള്ളൂ. ആ നോട്ടം ശരിയല്ലെന്ന പൂർണ്ണ ഉറപ്പുള്ളതുകൊണ്ട് വേഗം തന്നെ ആ മുറി വിട്ടു പോയവൻ. എന്നാൽ ഇതൊന്നും അറിയാതെ സുഖനിദ്രയിലായിരുന്നു അനു. തന്റെ മുറിയിൽ ലാപ്പിനുള്ളിൽ എന്തൊക്കെയോ ഫയലുകൾ ടൈപ്പ് ചെയ്ത് കയറ്റുകയായിരുന്നു അവൻ. ധൃതിയുള്ള ജോലിയായതിനാൽ സമയം പോയതുകൂടി അവൻ അറിഞ്ഞില്ല. രാത്രി 10:30 ഭക്ഷണം കഴിക്കാൻ ദേവകിയമ്മ അവന് വിളിക്കാൻ വന്നു. രാത്രിയിൽ അവർ അമ്മയും മകനും മാത്രമായി ഭക്ഷണം കഴിച്ചിരിക്കുമ്പോൾ അവൻ മനസ്സോർന്ന് പറഞ്ഞു, ഈയിടെയായി അമ്മയുടെ കറികൾക്കെല്ലാം എന്ത് രുചിയാണെന്ന്. ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടോ ഈശ്വരന്? നമുക്ക് വേണമെങ്കിൽ ഒരു സർവന്റ് വെക്കാം. ഇനിയിപ്പോ അവർ കോളേജിൽ പോകാൻ തുടങ്ങിയല്ലേ. എന്ത് കഷ്ടപ്പാടാ മോനെ, നമ്മൾ രണ്ടുപേരും ഉള്ളപ്പോ ചെയ്യുന്ന പോലെ രണ്ടുപേരും കൂടി വരുന്നു, അത്രയല്ലേ ഉള്ളൂ. ആട്ടെ, 2 പെൺകുട്ടികളുള്ളതല്ലേ, എന്തെങ്കിലുമൊക്കെ അടുക്കള സാധനം ചെയ്തു തരാൻ പറയണം. അന്യ വീട്ടിൽ പോയി ജീവിക്കേണ്ടതല്ലേ അവൻ പറഞ്ഞു. അത് കേട്ട് ദേവി നമുക്ക് ചിരി വരുന്നു. ഈ പറയുന്നതാരാ? പെണ്ണ് കേട്ടാൻ മടിയുള്ളവനോ? കുടുംബജീവിതത്തെ പറ്റി വാചാലനാവുന്നു. ഊണ് കഴിച്ച് കൈ കഴുകി അവനവന്റെ മുറിയിലേക്കും ദേവി അവരുടെ മുറിയിലേക്കും പോയി. പിറ്റേന്ന് അന്ന് ഡ്യൂട്ടിക്ക് പോയതിനു ശേഷമായിരുന്നു അനു ഭക്ഷണം കഴിക്കാനായി ഡൈനിങ് സെക്ഷനിലേക്ക് വന്നു. അനു ദേവകിയമ്മയെ വിളിച്ചു. അപ്പിയമ്മ, നമ്മുടെ കരിപ്പം പോലീസ് എന്നാ പെണ്ണ് കേട്ടാത്ത്, നമുക്കൊന്ന് കെട്ടിച്ചാലോ? വയസ്സായി വരില്ലേ, പെൻഷൻ വാങ്ങിച്ചാൽ കഞ്ഞി വെച്ച് കൊടുക്കാൻ ആള് വേണ്ടേ? ഇത് കേട്ട് ദേവകിയമ്മ പറഞ്ഞു, എന്റെ പൊന്നു മോളെ, നടക്കുന്ന കാര്യം വല്ലതും പറഞ്ഞു. ഇന്നലെ നിനക്കിട്ടി അടിയുടെ ചൂടി ഇപ്പോഴും മറന്നിട്ടില്ലല്ലോ അല്ലേ? അത് കേട്ട് അമ്മ പറഞ്ഞു, അതിനി ആര് പെണ്ണുകൊടുക്കാനാ? മൂക്കിൽ പല്ലു വന്നു, തലയിൽ മുടി നരച്ചു തുടങ്ങി, തലയിൽ ഡൈ അടിച്ച് നടക്കാൻ കിളവൻ, എന്നിട്ടൊരു 6 പേരും കലിപ്പം പോലീസ്. പിന്നെ അങ്ങേരെ കണ്ട കിളവനാണെന്ന് പറയൂല, ഒടുക്കത്തെ ഗ്ലാമറല്ലേ കലിപ്പം പോലീസിന്. അമ്മുവിന്റെ വർത്താനം കേട്ട് ദേവകിയമ്മ ചിരിച്ചുപോയി. എന്നാലും നമുക്ക് തപ്പി നോക്കിയാൽ ഒരു പെണ്ണിനെ, അനു പറഞ്ഞു. ഇതിപ്പോ നിനക്കായാലും അനു ചേട്ടായി കെട്ടിക്കത്ര നിർബന്ധം? ഒരു കാര്യം ചെയ്യും, നീ തന്നെ അങ്ങോട്ട് കെട്ടിക്കോ, നിന്റെ മുറച്ചെറുക്കനല്ലടി, പിന്നെ അല്പം പ്രായം, അത് നീ അങ്ങ് ക്ഷമിച്ചാ മതി. അമ്മുവിന്റെ സംസാരം കേട്ടതും ദേവകിയമ്മ അനുവും പൊട്ടിച്ചിരിച്ചു. എന്നാൽ അമ്മുവിന്റെ വാക്കുകൾ അനുവിന്റെ മനസ്സിലൊരു കുളിർമഴ തന്നെ പെയ്യിച്ചു. ഇത് കേട്ടാനും ദേവകിയമ്മയോട് ചോദിച്ചു, അപ്പിയമ്മേ, ഞാൻ കെട്ടിക്കോട്ടെ കലിപ്പം പോലീസിനെ, എനിക്ക് തരുമോ? ഇത് കേട്ട് ദേവകിയമ്മ അനുവിന്റെ സംസാരം ഒരു തമാശയാണക്ക് എടുത്തുകൊണ്ട് പറഞ്ഞു, നീ എടുത്തോ എന്റെ മോനെ, നീ എന്റെ മരുമകളായിട്ട് വരുന്ന എനിക്ക് ഒരുപാട് സന്തോഷമേ ഉള്ളൂ. പക്ഷെ നിങ്ങളെ കണ്ടാ പറയില്ലെങ്കിലും പ്രായം കൊണ്ട് അച്ഛനും മോളാണെന്ന് പറയല്ലോ. ദേവകിയമ്മ പറയുന്ന കേട്ട് അനുവിന്റെ മനസ്സിൽ വല്ലാത്തൊരു കുണ്ഠിതം തോന്നി. തന്റെ ചെയറിലിരുന്ന് കണ്ണുകൾ അടച്ചിരുന്നവന്റെ കൺമുമ്പിലേക്കായി അനുവിന്റെ പൊട്ടിയ ചുണ്ടുകൾ കാണാതെ കണ്ടു അവൻ. ആ മുറിയിലെ നിശബ്ദതയെ കീറി മുറിച്ചുകൊണ്ട് കടന്നു വന്ന ബൂട്ട്സിന്റെ ശബ്ദമാണ് അവന്റെ കണ്ണുകൾ തുറപ്പിച്ചത്. തന്റെ മുന്നിലേക്ക് ഷീറ്റ് നീട്ടി നിൽക്കുന്ന ആനന്ദിനെയാണ് അവൻ കണ്ടത്. ഇതാ കൊലയപ്പെട്ട പെൺകുട്ടിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാ. ഇതിൽ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്, ആ പെൺകുട്ടിയെ ശ്വാസം മുട്ടിച്ചാണ് കൊലപ്പെടുത്തിയത്. അവളുടെ ഭർത്താവ് തന്നെയാണ് കൊലയാളി. ഇനി കൊല ചെയ്തിട്ടുള്ള ശക്തമായുള്ള എവിഡൻസ് ആണ് വേണ്ടത്. ഇതിന്റെ അന്വേഷണ ചുമതല ആനന്ദിന്റെ ആയതുകൊണ്ട് എത്രയും വേഗം എവിഡൻസ് കണ്ടുപിടിച്ച് ആ പെൺകുട്ടിയുടെ മരണത്തിന്റെ കാരണക്കാരൻ ഭർത്താവാണ് കൊല ചെയ്തതെന്ന് തെളിയിച്ച് കേസ് ക്ലോസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. നന്ദു പറഞ്ഞു. യെസ് സാർ, സത്യം ഞാൻ പുറത്തുകൊണ്ടുവരും എന്ന് പറഞ്ഞുകൊണ്ട് നന്ദുവിനെ സല്യൂട്ട് അടിച്ച ശേഷം അവൻ അവിടെ വിട്ടിറങ്ങിപ്പോയി. ഇതേസമയം ദേവകിയമ്മയും അനുവും അമ്മും കൂടി ഉച്ചക്കത്തിലേക്കുള്ള ഊണുണ്ടാക്കിയായിരുന്നു. അപ്പോഴാണ് നമ്മുടെ അനു രഹസ്യമായി അമ്മുവിന്റെ കാതിൽ പറഞ്ഞു, ഞാൻ ഇന്ന് നമ്മുടെ കലിപ്പം പോലീസിനോട് കല്യാണക്കാരും പറയും. നല്ല കാര്യം, പാള വെച്ച് കെട്ടിക്കൊണ്ടുപോകണം, കലിപ്പം പോലീസിന് മുന്നിലേക്ക് പറഞ്ഞിറങ്ങാൻ, അല്ലെങ്കിൽ നിന്റെ നടു ചവിട്ടി വെള്ളമാക്കും. അമ്മു പറഞ്ഞ സത്യമാണെങ്കിലും ഒരു കൈ നോക്കാമെന്ന് അനുവും വിചാരിച്ചു. അങ്ങനെ അവന്റെ വരവിനായി അവൾ കാത്തിരുന്നു. ആകെ ഒരു മുഷിച്ചിലുമായി കാറിൽ നിന്നിറങ്ങുന്നവനെ മുകളിലത്തെ ബാൽക്കണിയിൽ നിന്ന് അവന് കണ്ടിരുന്നു. അമ്മയോട് ചായ എടുത്തു വെക്കാൻ പറഞ്ഞിട്ട് റൂമിലേക്ക് വന്നവനെ അവളും ശ്രദ്ധിച്ചിരുന്നു. അമ്മ പറഞ്ഞത് ശരിയാണ്, പ്രായമുണ്ട്, പക്ഷെ കണ്ടാ പറയില്ല, ലുക്കനല്ലേ കലിപ്പം പോലീസ്. അത് ചിന്തിച്ചപ്പോഴേക്ക് അവളുടെ ചുണ്ടുകളിൽ പുഞ്ചിരി വിരിഞ്ഞിരുന്നു. കുളിച്ച് ഫ്രഷായ ഒരു ട്രാക്ക് പാന്റും ബ്ലാക്ക് ബനിയനും ഇട്ട് താഴേക്ക് ഇറങ്ങുന്നവനെ നോക്കി നിൽക്കുന്ന അനുവിനെ അവനും ശ്രദ്ധിച്ചു. അവളുടെ ആ നോട്ടമാനു വല്ലാത്തൊരു അരോചകമാണ് ഉണ്ടാക്കിയത്. താഴേക്ക് പോയി ചായയും കുടിച്ച് കുറച്ചുനേരം അമ്മയോട് സംസാരിച്ചിരുന്നിട്ട് തിരിച്ചു കയറി വരുന്നവനെ വീണ്ടും അവൾ കണ്ടു. അവനെ ശ്രദ്ധിക്കാതെ വീണ്ടും റൂമിലേക്ക് കയറിപ്പോയി. ഇത് കണ്ടുന്ന അനുവിന് വല്ലാത്തൊരു ദേഷ്യം തോന്നി. തന്നെ കണ്ടിട്ടും കാണാതെ പോയവനൊന്ന് കണ്ടിട്ട് തന്നെ കാര്യമെന്ന് വിചാരിച്ചുകൊണ്ട് അവന്റെ റൂമിലേക്ക് അവൾ നടന്നു. അവൾ റൂമിലേക്ക് ചെല്ലുമ്പോൾ അവൻ തന്റെ കേസ് ഷീറ്റുകൾ പരിശോധിക്കുകയായിരുന്നു. അവൾ വന്നതറിഞ്ഞിട്ടും കാണാത്ത രീതിയിൽ നിന്നവനെ മുരടനിക്കാണ് അവൾ അവളുടെ വരവറിയിച്ച്. കേട്ടിട്ടും കേൾക്കാത്ത ഭാഗത്തിൽ നിന്നവനെ അവൾ വിളിച്ചു. അന്ന് ആദ്യമായി. നന്ദേട്ടാ. ചെറിയൊരു സന്തോഷം തോന്നിയെങ്കിലും അവനൊരു ബുദ്ധിമുട്ടായിട്ട് തന്നെയാണ് ആ വിളി തോന്നിയത്. അതുകൊണ്ട് തന്നെ തിരിഞ്ഞു നോക്കി. എന്നിട്ട് കലിപ്പ് ഭാഗത്തിൽ അവളോട് തട്ടിക്കേറി. നീ എന്താണ് വിളിച്ച്? നന്ദേട്ടാന്ന് അവൾ സന്തോഷത്തോടെ പറഞ്ഞു. നീ എന്നെ നേരത്തെ എന്താ വിളിച്ചുകൊണ്ടിരുന്നു?
കണ്ണുകളൊന്ന് കുറുക്കി ചുണ്ട് കുറിപ്പിച്ചുകൊണ്ട് അവൾ പറഞ്ഞു, അങ്കിളെന്ന്. ഇപ്പൊ പിന്നെന്താ ഇങ്ങനെ വിളി? അതിപ്പോ ഞാൻ വലിയ കുട്ടിയായില്ലേ, അതുകൊണ്ടാ. വിക്കി കൊണ്ടാനും മറുപടി പറഞ്ഞു. നിന്റെ ചാട്ട എങ്ങോട്ടാണെന്ന് എനിക്ക് മനസ്സിലായി. എന്തെങ്കിലും കയ്യിലുണ്ടെങ്കിൽ അത് കൈ തന്നെ വെച്ചേര്, ഇങ്ങോട്ട് ഇറക്കണ്ട. ഇറക്കാൻ നിന്ന കരണടിച്ച് ഞാൻ പൊട്ടിക്കും. ഒരെണ്ണം കിട്ടിയത് ഓർമ്മയുണ്ടല്ലോ. നന്ദുവിന്റെ പറച്ചിൽ കേട്ട് കണ്ണു നിറച്ച് നിൽക്കുന്നവളെ അവനൊന്നുകൂടി നോക്കി. എന്നിട്ട് അവിടെ അടുത്തു വന്ന് വിളിച്ചിട്ട് പറഞ്ഞു, മോളെ നീ കുഞ്ഞാ, ഏറിപ്പോയ 18. ശരീരത്തിൽ ഹോർമോൺ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ പല ചിന്തകളും മനസ്സിലുണ്ടാവും. അത് വെറും ഇൻഫാക്ച്വേഷനാ, വെറും ചാബല്യങ്ങൾ. ഇപ്പൊ നീ പഠിത്തത്തിൽ ശ്രദ്ധിക്കുക. പഠിച്ചൊരു നിലയിലെത്തി കഴിയുമ്പോൾ നിന്റെ മനസ്സിനും ശരീരത്തിനും യോജിച്ച ഒരാളെ നിന്റെ അച്ഛൻ കണ്ടുപിടിക്കും. അതാണ് നിന്റെ ജീവിതം. ബാക്കിയുള്ളെല്ലാം മിഥ്യാധാരണകളാണ്. നിനക്കിപ്പോ എന്നോട് തോന്നുന്നത് എന്താണെന്ന് എനിക്കറിയാം. പക്ഷെ ഒരിക്കലും ഞാൻ നിന്നെ അങ്ങനെ കാണുന്നില്ല, കാണാൻ കഴിയില്ല. എനിക്ക് നമ്മൾ തമ്മിലുള്ള പ്രായ വ്യത്യാസം നിന്റെ അച്ഛന്റെ പ്രായ. എനിക്ക് നിന്നെ മറ്റു രീതിയിൽ കാണാൻ കഴിയില്ല. അവളുടെ കുഞ്ഞു മനസ്സ് മനസ്സിലാക്കിയതുപോലെ അവനത് പറഞ്ഞപ്പോൾ മുഖം പൊത്തിപ്പിടിച്ചിരുന്ന് കരയാനാണ് അവൾക്ക് തോന്നിയത്. ആ കരച്ചിലിനിടയിൽ അവൾ പറഞ്ഞു, എനിക്ക് ഇഷ്ടം, എനിക്ക് ഒരുപാട് ഇഷ്ടം. എനിക്ക് നിങ്ങളെ കല്യാണം കഴിക്കണം. എപ്പോഴും ഞാൻ നിങ്ങളെ സ്നേഹിച്ചു പോയി, ഇഷ്ടപ്പെട്ടു പോയി, പ്രണയിച്ചു പോയി. ഇനി എനിക്ക് മറക്കാൻ കഴിയില്ല. ഇനി എന്തൊക്കെ പറഞ്ഞാലും ആരൊക്കെ എന്തൊക്കെ ചെയ്താലും നിങ്ങൾ തന്നെയായിരിക്കും എന്റെ കഴുത്തിൽ താലിയിട്ടുന്നത്. അവളുടെ ആ വെളിപ്പെടുത്തലിൽ നിന്ന് നടുങ്ങിപ്പോയി അവൻ. ആ കുഞ്ഞു മനസ്സിൽ അവളെല്ലാം ഊട്ടിയുറപ്പിച്ച് വെച്ചിരുന്നു തന്നെ പറ്റി. തന്റെ മനസ്സ് കലുഷിതമായത് അവൻ അറിഞ്ഞു. പെട്ടെന്ന് അവൻ അവളുടെ കൈകൾ പിടിച്ച് മുറിക്ക് പുറത്തേക്ക് കൊണ്ടുപോയി നിർത്തിയിട്ട് അവൾക്ക് മുന്നിൽ ആ വാതിലുകൾ കൊട്ടിയടച്ചു. പക്ഷെ അവൾക്കത് തോന്നിയത് അവൾക്ക് മുമ്പിൽ അവന്റെ ഹൃദയം കൊട്ടിയടച്ച പോലെയാണ്. ദിവസങ്ങൾ ഓരോന്നും കൊഴിഞ്ഞുപോയിക്കൊണ്ടേയിരുന്നു. അത് മാസങ്ങളായി മാറുകയും ചെയ്തു. എന്നാൽ അമ്മുവാനും തങ്ങളുടെ കോളേജ് ലൈഫ് എൻജോയ് ചെയ്തുകൊണ്ടിരുന്നു. പുതിയ കൂട്ടുകാർ, പുതിയ ടീച്ചേഴ്സ്, അങ്ങനെ പലതും പുതിയതായിരുന്നു. എന്നാൽ നന്ദു മാത്രം പഴയ പ്രണയവുമായി അവരുടെ മനസ്സിൽ കൂടുകൂട്ടി. വീട്ടിൽ വെച്ചും പൊതുസ്ഥലങ്ങളിൽ വെച്ചും പോലീസ് ഓഫീസറായ ശ്രീനന്ദ് അവരെ കണ്ടാൽ മിണ്ടാതെയായി, ശ്രദ്ധിക്കാതെയുമായി. അവൻ എപ്പോഴും അവന്റെ ഡ്യൂട്ടിയിൽ കർമ്മനിരതനായിരുന്നു. വീട്ടിൽ വന്നാൽ തന്നെ അമ്മയുമായിട്ട് എന്തെങ്കിലും സംസാരിക്കും. അമ്മുവിനെ കണ്ടാൽ മിണ്ടും. എന്നാൽ അനു കൂടെ ഉണ്ടെങ്കിൽ തീരെ നോക്കാറില്ല. ഒരു ദിവസം ക്ലാസ്സിലാത്ത ഞായറാഴ്ചയായിരുന്നു അന്ന്. അമ്മു തന്റെ വീട്ടിലേക്ക് പോയിരുന്നു. അനു തനിച്ചായിരുന്നതിനാൽ അവൾ ആ പരിസരം ചുറ്റിക്കാണാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയിരുന്നു. അപ്പോഴാണ് നമ്മുടെ കരിപ്പ് പോലീസ് വലിയ വീടിന്റെ തറവാട്ടുകുളത്ത് കുളിക്കാനായി പോകുന്ന കണ്ട്. പിന്നെ അവളൊന്നും നോക്കിയില്ല, കുളത്തിനരിയിലേക്ക് വെച്ച് പിടിച്ചു. തറവാട്ടുകുളത്തിന്റെ വാതിലും കടന്ന് പടികൾ ഓരോന്നായി ചവിട്ടിയിറങ്ങി അവൾ താഴത്തെ തട്ടിലേക്ക് ചെന്നപ്പോൾ കണ്ടു കുളിക്കാനായി തലയിൽ എണ്ണയും തേച്ചൊരു വെള്ളമുണ്ടെടുത്ത് നിൽക്കുന്ന നന്ദുവിനെ. തന്റെ പുറകിൽ ആളനക്കം കേട്ടാണ് നന്ദു തിരിഞ്ഞു നോക്കിയത്. പെട്ടെന്നാണ് പ്രസന്നമായിരുന്ന അവന്റെ മുഖം ദേഷ്യഭാവത്തിലേക്ക് പോയത്. നീ എന്താ ഇവിടെ എന്ന അവന്റെ ചോദ്യം പതിവ് ഗാംഭീര്യമുള്ളതായിരുന്നു. പേടിച്ചിട്ടാണെങ്കിൽ ധൈര്യപൂർവ്വം തന്നെ അവളും പറഞ്ഞു, നന്ദേട്ടനെ കാണാമെന്നാ. ഇപ്പൊ എന്നെ കാണുമ്പോൾ നന്നായിട്ട് ഒഴിഞ്ഞുമാറി പോവാറില്ലേ പതിവ്? എനിക്ക് മുഖം തരാറില്ലല്ലോ. എന്നെ അത്രയ്ക്ക് വെറുത്തോ? എന്തിനാ എന്നോട് അകൽച്ച കാണിക്കുന്നത്? എന്റെ മനസ്സിലുള്ള ഇഷ്ടം ഞാൻ തുറന്നു പറഞ്ഞു എന്നല്ലേ ചെയ്ത്? അതൊരു തെറ്റാണോ? അവളുടെ ചോദ്യം കേട്ടും ദേഷ്യത്തോടെ തന്നെ അവൻ പറഞ്ഞു, അതിന് നീ എന്റെ പുറകെ വരുന്ന കാര്യം എന്താ? ഞാൻ കുളിക്കാൻ വന്നാ? എനിക്ക് കുളിക്കണം. മര്യാദ കയറിപ്പോ നോക്ക്. ഇല്ല, എനിക്ക് ഉത്തരം കിട്ടാൻ ഞാൻ പോയില്ല. ഇല്ലെങ്കിൽ കുളത്തിൽ ചാടി ഞാൻ ആത്മഹത്യ ചെയ്യും. അപ്പോഴത്തെ ദേഷ്യത്തിന് വായിൽ വന്നാണെങ്കിൽ വിളിച്ചു പറഞ്ഞവൾ. ഇത് കേട്ടവൻ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു, തന്റെ ഉള്ളവളാണ് ചാറടി, കാട്ട് നിന്റെ ഉശിര്. പറഞ്ഞു പോയതാണെങ്കിലും മറ്റൊന്നും നോക്കാതെ ആ കുളത്തിന്റെ ആഴങ്ങളിലേക്ക് അവൾ എടുത്ത് ചാടിയിരുന്നു. പെട്ടെന്ന് അവൾ ചെയ്ത പ്രവൃത്തിയിൽ അവൻ അന്തിച്ചു പോയെങ്കിലും അവളുടെ ഉയിരിനെ രക്ഷിക്കാൻ വേണ്ടി അവനും കൂടെ ചാടിയിരുന്നു. കുളത്തിന്റെ ആഴങ്ങളിലേക്ക് ഊളിയിട്ട് പോയവളെ അവൻ കൈകളിൽ കോരിയെടുത്ത് നീന്തി കയറി. ആ പടവിൽ കിടത്തുമ്പോൾ അവൻ കണ്ടു തനിക്ക് വേണ്ടി ജീവൻ കളയാൻ ശ്രമിച്ച ആ കൊച്ചു പെണ്ണിനെ. പെട്ടെന്നാണ് അവൻ ശ്രദ്ധിച്ച് അവളുടെ ശ്വാസം നിലച്ച പോലെ അവന്റെ ശംഖ് പിടയുന്ന പോലെ തോന്നി. അവളുടെ ഇരു കൈകളും എടുത്ത് അവളുടെ വയറ്റത്ത് വെച്ച് പതുക്കെ അമുക്കി കൊടുത്തു. വയറ്റിലുള്ള വെള്ളം കുറേശ്ശെയായി പുറത്തു പോയെങ്കിലും ശ്വാസത്തിൽ വ്യത്യാസമൊന്നും കണ്ടില്ല. പെട്ടെന്നാണ് അവന് ബോധം വന്ന് അവൾക്കിപ്പോൾ ആവശ്യം കൃത്രിമ ശ്വാസമാണ്. ഒന്ന് പകച്ചു പോയെങ്കിലും അവനതിന് തയ്യാറായി. അവളുടെ കുഞ്ഞു ചുണ്ടുകൾ പിളർന്നു. അവന്റെ വായ അവളുടെ ചുണ്ട് ചേർത്ത് വെച്ച് ശ്വാസം ഉള്ളിലേക്ക് കൊടുത്തുകൊണ്ടേയിരുന്നു. കുറച്ചു സമയം അങ്ങനെ ചെയ്തപ്പോഴായിരുന്നു ചെറിയൊരു നിശ്വാസത്തോടുകൂടി അവൾ ശ്വസിച്ചു തുടങ്ങിയത്. അവൾക്ക് ജീവൻ തിരിച്ചു കിട്ടിയപ്പോഴാണ് അവനും ശ്വാസം നേരെ വീണത്. രണ്ടാൾക്കും സ്ഥലകാല ബോധം പോലും ഉണ്ടായത്. അപ്പോഴാണ് അവൾ അവളുടെ ശരീരത്തിലേക്ക് ശ്രദ്ധിച്ച്. ഇട്ടിരുന്ന ബ്ലാക്ക് സ്കേർട്ട് മുട്ടിന് മുകളിൽ നിന്ന് തന്റെ വെണ്ണക്കാലുകൾ പുറത്തേക്ക് കാണുന്ന വിധമായിരുന്നു. ഒരു പകപ്പോടുകൂടി തന്നെയായിരുന്നു അവൾ അവിടെ സ്കേർട്ട് താഴേക്ക് പിടിച്ചിട്ടത്. വൈറ്റ് കളർ തിൻ ഷർട്ട് വെള്ളത്തുള്ളികളോടൊപ്പം അലിഞ്ഞു പോയിരുന്നു. അത്രമേൽ നേർമയുള്ളതായിരുന്നു ആ ഷർട്ട്. തന്റെ അടിവസ്ത്രങ്ങൾ പോലും തെളിഞ്ഞു കാണുന്ന രീതിയിലായിരുന്നു. ഇതെല്ലാം ഒരു പകപ്പോടെയായിരുന്നു അവന് നോക്കിക്കണ്ടത്. അവളുടെ ജാളിത മനസ്സിലാക്കിയവൻ താൻ ഇട്ടുകൊണ്ടുവന്ന ഷർട്ടൂരി അവളുടെ ശരീരം പൊതിഞ്ഞു കൊടുത്തു. പിന്നീടൊന്നും തിരിഞ്ഞു നോക്കാതെയായിരുന്നു അവളും ആ പടവുകൾ കയറിയത്. എന്നാൽ തന്റെ മുമ്പിൽ കണ്ട സ്ത്രീ ശരീരത്തിന്റെ ദിവ്യദർശനത്തിന്റെ പകപ്പ് വിട്ടുമാറിയിട്ടില്ലായിരുന്നു നന്ദുവിന് അപ്പോഴും. നാളുകൾ കഴിഞ്ഞു പോകും തോറും നന്ദുവിനോടുള്ള അവളുടെ പ്രണയം കൂടിക്കൂടി വന്നു. എന്നാൽ നന്ദുവിൽ അവളോടുള്ള ദേഷ്യം നുരഞ്ഞു പൊങ്ങിക്കൊണ്ടേയിരുന്നു.
ഒരു ദിവസം കോളേജിലേക്ക് പോകാനിറങ്ങുന്ന സമയം നന്ദുവിനോടായി തന്റെ പ്രണയകാര്യം സംസാരിച്ചപ്പോൾ കൈനീട്ടി അനുവിന്റെ കരണ നോക്കിയൊന്ന് പൊട്ടിച്ചു. എന്നാൽ ഇരുവരുടെയും പ്രതീക്ഷകൾ തെറ്റിച്ചുകൊണ്ട് ദേവകി അമ്മ ഇത് കണ്ടു നിന്നു. അമ്മ അറിഞ്ഞതും നന്ദു പെട്ടെന്ന് തന്നെ കാറിൽ കയറി ഓഫീസിലേക്ക് പോയി. എന്നാൽ അനുവായിരുന്നു പെട്ടുപോയത്. അവൾ കാര്യങ്ങളെല്ലാം അവർക്ക് വിശദീകരിച്ചു കൊടുത്തു. ദേവകി അമ്മയുടെ മനസ്സിൽ ഇത് സന്തോഷമുള്ള വാർത്തയാണെങ്കിലും തന്റെ മകനൊരു മധ്യവയസ്കനാണ്. അവനൊരിക്കലും വിവാഹത്തിന് സമ്മതിക്കുകയില്ല. അതിലേക്ക് ഉപരി വിശിനോട് എന്താണ് താൻ പറയേണ്ടത്? അവനെ പ്രണയിക്കുന്ന പെൺകുട്ടിയോ ഒരു 18കാരി. എന്നാൽ എങ്ങനെ ഇതിനെ വിവാഹത്തിൽ എത്തിക്കുമെന്നോർത്ത് അവർ വിഷമിച്ചിരുന്നു. എന്നാൽ ഇതെല്ലാം കേട്ടുന്ന ദേവകിയമ്മ പെട്ടെന്നാണ് കുഴഞ്ഞു വീണത്. എന്നാൽ അനുവിന്റെ കരച്ചിലും ബഹളവും കേട്ടാണ് അയലത്തുള്ളവർ പോലും ഓടി വന്ന് പെട്ടെന്ന് തന്നെ ദേവകിയമ്മയെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ സാധിച്ചു. ഹോസ്പിറ്റലിൽ അത്യാഹിത വിഭാഗത്തിൽ മരണവുമായി മലട്ടിരിക്കുന്ന ദേവകിയമ്മയെ കണ്ടതും നന്ദു ഒന്ന് കരഞ്ഞുപോയി. മകനെ കാണാനുള്ള ആഗ്രഹം കൊണ്ട് ഡോക്ടറോട് സംസാരിച്ച് ദേവകിയമ്മ അവനകത്തേക്ക് വിളിപ്പിച്ചിരുന്നു. അമ്മയില്ലാണ്ട് പോയ എന്റെ കുട്ടി തനിച്ചാവും. അതുകൊണ്ട് മോനൊരു കൂട്ട ആവശ്യം. നീ അനുവിനെ തന്നെ വിവാഹം കഴിക്കണം. ഇത് അമ്മയുടെ അവസാനത്തെ ആഗ്രഹം എന്ന് പറഞ്ഞ് സമ്മതം വാങ്ങിയായിരുന്നു ദേവകിയമ്മ. തന്റെ അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ തനിക്കിനി ഒരു ജീവിതം ഉണ്ടാവില്ലെന്ന് ഉറപ്പിച്ചുകൊണ്ട് തന്നെ അവരുടെ ആഗ്രഹത്തിന് വഴങ്ങിയായിരുന്നു നന്ദു. ഡോക്ടർ പറഞ്ഞു അത് തന്നെയായിരുന്നു അമ്മയുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കുക, അല്ലാത്ത പക്ഷം നെഞ്ചുപൊട്ടി മരിച്ചു പോകുമെന്ന്. അതുകൊണ്ട് തന്നെ അനുവുമായിട്ടുള്ള വിവാഹത്തിന് നന്ദു സമ്മതിപ്പിച്ചെടുത്തു. ഇനി അടുത്ത ഊഴം വിശ്വമാമയെ സമ്മതിപ്പിക്കുന്നതായിരുന്നു. അത് അനുവിന്റെ ദൗത്യമായിരുന്നു. അനു പറഞ്ഞ വാർത്തകൾ കേട്ട് ഞെട്ടിയുന്ന വിശ്വൻ ആദ്യമൊക്കെ കടുംപിടുത്തം പിടിച്ച് വേണ്ട എന്ന് പറഞ്ഞുവെങ്കിലും അനുവിന്റെ കരച്ചിലിന് മുമ്പിൽ അയാളും തോറ്റുകൊടുത്തു. ഒരു മകളല്ലേ, അവൾ ആഗ്രഹിച്ച താൻ ഇതുവരെ നേടിക്കൊടുക്കാതിരുന്നിട്ടില്ല. ഇതും തനിക്ക് അതുപോലെയാണ്. നന്ദുവിനെയാണ് അവൾ ആഗ്രഹിച്ചെങ്കിൽ അവര് നേടിക്കൊടുക്കുക എന്നല്ലേ അച്ഛൻ എന്ന നിലയിൽ താൻ ചെയ്യേണ്ടത്. അങ്ങനെയായിരുന്നു വിശ്വൻ ചിന്തിച്ചിരുന്നത്. ദേവകി അമ്മക്ക് സുഖമില്ലാത്തതിനാലും അധികം പബ്ലിസിറ്റി കൊടുക്കാതെ തന്നെ അടുത്തുള്ള ദേവീ ക്ഷേത്രത്തിൽ വെച്ച് ഇരുവരുടെയും വിവാഹം നടത്താൻ ഇരു വീട്ടുകാരും തയ്യാറായി. അനു ഒരുപാട് സന്തോഷിച്ചിരുന്നു. എങ്കിൽ നന്ദു ഒരുപാട് വിഷമത്തിലായിരുന്നു. തന്റെ മകളുടെ പ്രായമുള്ള ഒരു പെൺകുട്ടിയെ ഭാര്യയായി സ്വീകരിക്കേണ്ടി വരുന്നു. അതും തന്റെ മനസ്സോ ഇഷ്ടമോ സമ്മതവും ഇല്ലാതെ നിർബന്ധിച്ച് വിവാഹം കഴിപ്പിക്കുന്നു. എന്തായാലും അവളെ തനിക്ക് ഭാര്യയായിട്ട് കാണാൻ കഴിയില്ലെന്ന് ഉറച്ച വിശ്വാസത്തോടു കൂടിയായിരുന്നു ആ വിവാഹ സ്ഥാപനം കാത്തിരുന്നത്.